വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മൾ ലിൻസീസ് ലിങ്കിലെ വേറെ കുറേ പ്ലാന്റ്സിനെ ഞാൻ കാണിച്ചില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാമേ. കഴിഞ്ഞ ഗാർഡൻ ടൂറിൽ കാണിക്കാത്ത കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ എൻ്റെ എയർ പ്ലാന്റാണിത്. എനിക്കിതൊരു ആൻറ്റി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ നല്ല ഒരു എയർ പ്ലാന്റാണിത്. ഇത് കുറേ ബുഷിയായിട്ട് ഇത് ആദ്യം നമ്മളതിനൊന്ന് നീളം നല്ലതുപോലെ വന്നതിന് ശേഷം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല ബുഷിയാക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണത്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് സാധാരണ ഫൈക്കസ് പ്ലാന്റ് ആണ്. ഇത് ഇപ്പോൾ നഴ്സറീസിലൊക്കെ അവൈലബിൾ ആണ്. ഇതും നമുക്ക് നല്ല ബുഷിയായിട്ടൊക്കെ കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഡിസൈനിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ന്യൂ പ്ലാന്റ്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, കുറേ ബ്രാഞ്ചസ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ കട്ട് ചെയ്തൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. കുറേ ചെടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ബിഗോണിയയാണ്. ഇത് സാധാരണയായിട്ട് എല്ലാ വീടുകളിലും ഇപ്പോൾ കാണപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് ഇത് ബിഗോണിയ. വളരെ ബ്യൂട്ടിഫുൾ ലീവ്സാണ്. അതായത് ഇതിൻ്റെ ലീഫൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ പെയിൻറ്റഡ് ലീഫ് പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ അതിൻ്റെ സീസണിൽ ഒരു പിങ്ക് ഫ്ലവറൊക്കെ വരും. ഇത് അലോക്കേഷ്യ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ഇത് നമുക്ക് ഇത് കുറച്ച് ഞാനൊന്ന് സൺലൈറ്റിൽ വെച്ചപ്പോൾ പറ്റിപ്പോയതാണ്. ഒട്ടും നമുക്ക് ഒത്തിരി സൺലൈറ്റ് വേണ്ടാത്ത ഒരു ചെടിയാണ്. ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് തന്നെയാണിത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലോക്കേഷ്യ പ്ലാന്റ് ആണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിക്കാൻ മിസ്സായി പോയതാണ്. അന്നേരം ഇത് നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ വിത്ത് മുളച്ച് വരുമ്പോൾ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ന്യൂ പ്ലാന്റ്സിനെ ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമ്മുടെ ഗാർഡനിലൊക്കെ ഈസി കെയർ ആണ്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അന്നേരം ഈ പ്ലാന്റ് എനിക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയ ഒരു പ്ലാന്റാണ്. കാരണം അതിൻ്റെ ലീഫൊക്കെ ഒരു യെല്ലോയിഷ് കളറും ഒക്കെ ആയിട്ടുള്ള വളരെ ഒരു വെറൈറ്റി പ്ലാന്റാണ്. എല്ലാ ഇടത്തും നമുക്കിത് വാങ്ങാൻ കിട്ടത്തില്ല. വളരെ റെയറായിട്ട് തോന്നിയ ഒരു പ്ലാന്റാണിത്. പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കട്ട് ചെയ്തൊക്കെ കൊടുത്ത് ചട്ടിക്കകത്ത് വെച്ചേക്കുകയാണിത്. നിലത്ത് വെച്ചാൽ എനിക്കൊന്ന് വലിയ മരമായിട്ട് വളരുന്ന ടൈപ്പ് ഒരു ചെടിയാണിത്. ഇതും ഒത്തിരി സൺലൈറ്റ് വേണ്ട. സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു സോയിലാണ് ആ ചെടിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഇത് നിങ്ങൾ കണ്ടാൽ ഇതൊരു കലാഞ്ചിയോ വെറൈറ്റിയിലുള്ള ഒരു ചെടിയാണിത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് നമുക്ക് തോന്നുന്നു സക്കലൻറ്റ് പോലെയൊക്കെ ഇരിക്കും കണ്ടാൽ. അതുപോലത്തെ ബ്യൂട്ടിഫുൾ ഒരു പ്ലാന്റാണിത്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ ഒരു ചെടിയാണിത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് കെയർലെസ് മൂലം ചെടിയൊക്കെ എനിക്ക് നഷ്ടമായി പോയതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അത്. ഈ പ്ലാന്റിൻ്റെ പേര് നമ്മുടെ ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ ലീവ്സിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടു, നല്ല വരച്ചു വച്ചിരിക്കുന്നത് പോലെ തോന്നും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പിലുള്ളൊരു പ്ലാന്റാണ്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരു ഫേൺസ് തന്നെ, ഫേൺസ് നെസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ സെയിം വെറൈറ്റി തന്നെയാണ്. ഇതൊരു വെറൈറ്റി പ്ലാന്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഒരുപാട് നശിക്കാതെ തന്നെ നല്ല ഏകദേശം കുറച്ചുകൂടെ കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു എൻ്റെ കിട്ടിയത്. അതിനുശേഷം ഞാൻ വളർത്തി ഇത്രയും വലുതായതാണ്. അതിൻ്റെ ലീഫിൻ്റെ കളറും ഒക്കെ കണ്ടാൽ നല്ല രസമായിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് നിങ്ങൾക്കറിയാമോ, അഗാവെ പ്ലാന്റാണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഞാനെൻ്റെ ലാസ്റ്റ് ഗാർഡൻ ടൂറിൽ ഞാൻ ഇതിൻ്റെ വൈറ്റും ഗ്രീനുമായിട്ടുള്ളൊരു വെറൈറ്റി നിങ്ങളെ കാണിച്ചായിരുന്നു. അഗാവയുടെ തന്നെയാണ്. ഇതും ഈസി കെയർ. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തന്നെ അത് വളർന്നു വന്നോളൂ. ഒരു കെയറും വേണ്ട. മോസ്റ്റ്ലി ഇത് തന്നെ ഒരു കുറച്ച് മണ്ണും വല്ലപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ കിളിച്ച് വരും. ഇത് കണ്ടത് ഞാൻ തറയിലാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ കുറേ ന്യൂ ബേബി പ്ലാന്റ്സ് ഈസി ആയിട്ട് വന്നതാണിത്. ഇത് നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചട്ടിയിൽ വെക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. പിന്നെ ഇത് പോത്തോസാണ്, നമ്മുടെ മണി പ്ലാന്റ്. അതിൻ്റെ കുറേ വെറൈറ്റീസ് എൻ്റെ കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കാണിച്ചതാണ്. ഇത് ഞാനൊരു ഹാങ്ങിങ് പോട്ടിലാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ആ ഒരു ഭംഗി കൊണ്ട് ഇത് നമുക്ക് കുപ്പിക്കകത്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻഡോറിലും വെക്കാൻ പറ്റിയ ടൈപ്പാണ്.
ഇതൊരു നമ്മുടെ ലാൻഡ്സ്കേപ്പിന് സൈഡിലൊക്കെ വെക്കാനും ഒക്കെ നല്ലൊരു ചെടിയാണിത്. ഇതിൻ്റെ പേര് ആക്ച്വലി സ്പൈഡർ പ്ലാന്റ് അല്ല, ഇത് വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണത്. പിന്നെ അടുത്തത് ഈ പ്ലാന്റ് നിങ്ങൾക്കറിയാമോ, റിവേഴ്സ് പ്ലാന്റ് ആണ്. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 600 റുപ്പീസൊക്കെ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്. പക്ഷേ ഇത് ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ഭംഗിയാണ് അത് താഴോട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട്. അതിൻ്റെ അടിവശത്തായിട്ട് നമുക്കൊരു ചെറിയ കുഞ്ചലം പോലെയൊക്കെ തോന്നും. ഞാനത് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതും സെയിം ആ പോത്തോസിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, ഇതിൻ്റെ പേര് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. പേര് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് മിസ്സായിപ്പോയി. വളരെ ബ്യൂട്ടിഫുള്ളാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത്. എസ്പെഷ്യലി ആ വൈറ്റ് ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇതിങ്ങനെ കിടക്കുന്നതാണ് ഒത്തിരി രസമായിട്ടുള്ളൊരു പ്ലാന്റാണിത്. നല്ല ഭംഗിയാണത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഈ ടൈപ്പ് പോത്തോസിനുണ്ട് ഗ്രീന്, യെല്ലോ, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. അന്നേരം ഇത് നല്ലൊരു ചോയ്സാണ്. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ എന്നെ എഴുതി അറിയിക്കണം. അതുപോലെ ഈ പോത്തോസിൻ്റെ തൊട്ട് ബാക്കിൽ കിടക്കുന്നത് മറ്റേ ഓർക്കിഡായിരുന്നു. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇത് സാധാരണ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണിത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പേര് ട്രൈഡസ് കാൻഡിയ സെബ്രീന എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്. അത് സെബ്രീന പ്ലാന്റ് എന്നാണ് കോമൺ ആയിട്ട് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത്. ഇത് നല്ല ബുഷിയായിട്ട് ലോങ് ആയിട്ട് താഴോട്ട് വളർത്തിയിടാനും നല്ല രസമാണിത്. ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു തണ്ടൊടിച്ച് നമ്മളൊരു ചട്ടിയിൽ വെച്ചാൽ മാത്രം മതി. അങ്ങനെ കുറേ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം ഈ സെബ്രീന പ്ലാന്റിൻ്റെ ലീഫ് വളരെ മീൻസ് ഒത്തിരി നല്ല ഭംഗിയുള്ള ലീഫാണ്. കണ്ട അതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറും ഒക്കെ വളരെ ലോലമായ സക്കുലൻസിൻ്റെയൊക്കെ ലീഫിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ തൊട്ടാൽ അതിൻ്റെ കളർ കണ്ടോ, ഒരു ബർഗണ്ടിയും ഒരു ഗ്രേ കളറും അതേസമയം ഒരു ഗ്രീൻ ഷെയ്ഡും ഒക്കെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റാണ് ഈ സെബ്രീന പ്ലാന്റ്. ഇത് ഹാങ്ങിങ് ചെയ്തിടാനാണ് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നേരം ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ ആ ഒരു ചെടി കാണിച്ചു തന്ന ആ ഒരു ചെടി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാങ്ങിങ് റിവേഴ്സ് ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഇത് ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ ഇത് അറിയാതെ പ്ലാന്റ് താഴെ കൂടെ കിളിച്ചു വന്നതാണെന്ന്. പക്ഷേ അങ്ങനെ അല്ല, ഇത് റിവേഴ്സായി തന്നെ കിളിച്ചു വരുന്ന റിവേഴ്സ് പ്ലാന്റ് ആണിത്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് നട്ടു വെച്ചിട്ട് ഹാങ്ങിങ് ചെയ്ത് ഇടുന്നത്. ഇതും നമുക്ക് പ്രൊപ്പഗേറ്റ് ഒരു പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ന്യൂ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഈ അടിഭാഗത്തു നിന്ന് പുതിയ കുഞ്ഞി പ്ലാന്റ്സ് ഇങ്ങനെ കിളിച്ച് താഴോട്ട് വരും. അന്നേരം നമുക്കത് പിഴുത് വേറെ പ്ലാന്റ് ഉണ്ടാക്കാം. അന്നേരം ഞാൻ നേരത്തെ കാണിച്ച ആ പ്ലാന്റിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് ഈ പ്ലാന്റ്, ഈ ഒരു റിവേഴ്സ് പ്ലാന്റ്. ഇത് ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റിവേഴ്സ് പ്ലാന്റിനൊന്നും ഒരുപാട് സൺലൈറ്റ് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് നമ്മൾ ഈ റിവേഴ്സ് പ്ലാന്റ് വെക്കുകയേ ചെയ്യരുത്. വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണങ്ങി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്ലാന്റിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കുഞ്ചലം പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. മുടിയൊക്കെ നമ്മൾ പിന്നിയിട്ടിട്ട് പണ്ട് ആളുകൾ കുഞ്ചലം ഇടത്തില്ലേ, അതുപോലെ കിടക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എസ്പെഷ്യലി അതിൻ്റെ ആ ഗ്രീൻ ഷെയ്ഡും അതിൻ്റെ കുഞ്ഞു ലീഫും ഒക്കെ കാണാൻ ഒത്തിരി നല്ല ഭംഗിയുള്ളൊരു ഇത് നമ്മുടെ ബേർഡ്സ് നെസ്റ്റ് ഫേണാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫേൺ പ്ലാന്റ് ആണിത്. നമുക്ക് ഒരുപാട് ഈസി ആയിട്ട് വളർത്താൻ പറ്റും. പക്ഷെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സ്ലോ ഗ്രോയിങ് ആണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊന്നും ബേബി പ്ലാന്റ്സ് പെട്ടെന്ന് നമുക്ക് കിട്ടത്തുമില്ല. പക്ഷെങ്കിൽ ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വളരെ മനോഹരമായൊരു ചെടിയാണിത്. ഇതിൻ്റെ കൂടെ നമ്മുടെ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ച ബ്രൊമീലിയ പ്ലാന്റും ഇതുമൊക്കെ അടുപ്പിച്ച് ഒരേ പോലെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും.
പിന്നെ ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സാധാരണ അരേക്ക പാം ചെടിയാണിത്. ഇതൊരു കുഞ്ഞു പ്ലാന്റാണ്. രണ്ടും ബേബി പ്ലാന്റ്സ് ആണ്. ഇത് ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് സൺലൈറ്റിൽ വെക്കാതെ ഷെയ്ഡിൽ വെക്കുന്ന ടൈപ്പ് നമ്മുടെ ചെടിയാണ് ഇത്. പാം ചെടിയാണിത്. അങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഇത് നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് വീടുകളിലും അതുപോലെ തന്നെ നഴ്സറീസിലൊക്കെ ഇത് ഒത്തിരി ഇപ്പോൾ ലഭ്യമാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഹാങ് ചെയ്തിടുന്നതാണ്. ഇത് നല്ല ബുഷിയായിട്ട് താഴോട്ട് കിടക്കുന്ന കാണാൻ വളരെ നല്ലൊരു സ്റ്റെപ്പ് പ്ലാന്റ് ആണിത്. എസ്പെഷ്യലി അതിൻ്റെ ലീവ്സിൻ്റെ ആ സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടും. അതായത് നേച്ചറിനെയും ചെടികളിലെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതും. ഇതിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി. നമ്മുടെ ടേർട്ടിൽ വൈൻ പോലെയൊക്കെ നല്ല ബുഷിയായിട്ട് ചട്ടിക്കകത്ത് വളർത്തി വെക്കാൻ നല്ലതാണ്. അതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ മുകളിൽ നല്ല ആ ഒരു ഗ്രീൻ ഷെയ്ഡും അടിഭാഗത്ത് ഇതുപോലെ ഒരു ബർഗണ്ടി ഒരു മെറൂൺ കളർ പോലെയൊക്കെ വരും. ഇത് നമ്മൾ ഒത്തിരി അങ്ങ് സൺലൈറ്റിൽ വെക്കാതിരിക്കുക. സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിറം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതുമാത്രമല്ല ഉണങ്ങിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നോക്കേണ്ട ചെടികളിൽ ഒന്നാണിത്. പക്ഷേ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അത് കട്ട് ചെയ്ത് ട്രിം ചെയ്തൊക്കെ നിർത്താൻ പറ്റും. ഇത് എൻ്റെ പുതിയ കലാത്തിയ റോസിയോ പിറ്റ എന്ന് പറയുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ആണിത്. ഇത് ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതായത് എസ്പെഷ്യലി അതിൻ്റെ കളർ ആരെ ആകർഷിക്കുകയും ചെയ്യും. അതുമാത്രമല്ല ഇത് ഒരു പ്ലാന്റ് തന്നെ മതി. നല്ല ഒരു സെമി ഇൻഡോർ പ്ലാന്റ് ആണിത്. കലാത്തിയ ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സൺലൈറ്റിൽ വെക്കുക. ഇത് ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് സൺലൈറ്റിൽ അറിയാതെ ഒന്ന് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഒന്ന് കരിഞ്ഞു പോയതുപോലെ താഴത്തെ ലീഫൊക്കെ കണ്ടു ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയി. അതുപോലെ തന്നെ വേറൊരു പ്ലാന്റ് കൂടെ ഞാൻ കാണിക്കാം. സെയിം കലാത്തിയ വെറൈറ്റിയിൽ തന്നെ ഉള്ളൊരു പ്ലാന്റാണിത്. ഇതും ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ്. ഇത് നമ്മൾ സൂക്ഷിച്ച് സെപ്പറേഷനൊക്കെ സൂക്ഷിച്ച് ചെയ്യുക. അതുപോലെ തന്നെ സൂക്ഷിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് മദർ പ്ലാന്റിൽ നിന്ന് എപ്പോഴും നമ്മൾ ബേബി പ്ലാന്റ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഷെയ്ഡിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതൊക്കെ ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ബ്രൈറ്റ് സൺലൈറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഴയത്ത് പെരും മഴയത്തൊന്നും ഇതുപോലുള്ള ചെടികൾ കൊണ്ട് വെക്കാതിരിക്കുക. അളിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാമോ? ഇത് ഏത് പ്ലാന്റാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആഗ്ലോണിമയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്. ആഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. അതിൻ്റെ ബോർഡേഴ്സിലൊക്കെ ഡാർക്ക് ഗ്രീനും അതിൻ്റെ നടുഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ഗ്രീൻ ഷെയ്ഡൊന്ന് ഫെയ്ഡായിട്ടൊരു ഫെയ്ഡ് ഗ്രീൻ കളർ പോലെ തോന്നും. ലൈറ്റ് പച്ച നിറം. അന്നേരം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു പ്ലാന്റാണ്. എസ്പെഷ്യലി നമ്മൾ ഇത് വലിയ പ്ലാന്റിൽ ഒരു ചട്ടിക്കകത്ത് കുറേ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും വേണം. നേരത്തെ കാണിച്ച പ്ലാന്റ് കൂടി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരികയാണ്. വേറെ കുറച്ച് പ്ലാന്റും കൂടി ഞാൻ വീണ്ടും എൻ്റെ മനോഹരമായ ഒരു ന്യൂ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ആക്ച്വലി എനിക്ക് തന്നെ ഒരു സംശയമാണ്. ഇത് മണി പ്ലാന്റിൻ്റെ ഒരു റെയർ വെറൈറ്റിയാണിത്. ഇത് ആക്ച്വലി ചിലർ കണ്ടപ്പം പറഞ്ഞു ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ആണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല. ഇത് മണി പ്ലാന്റിൻ്റെ തന്നെ ഒരു റെയറസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ കുഞ്ഞ് ലീവ്സാണ് ഇതിൻ്റെ.
കണ്ടോ, അതിൻ്റെ ലീഫൊക്കെ കാണാൻ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ വെള്ളത്തിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. ഇത് നമുക്ക് നഴ്സറീസിലൊക്കെ കിട്ടും. അതുമാത്രമല്ല ഞാൻ ഓൺലൈനിൽ ഈ പ്ലാന്റ് അധികം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, കിട്ടുമായിരിക്കും. അന്നേരം ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ന്യൂ പ്ലാന്റാണിത്. ഈ പ്ലാന്റ് കണ്ടു, ഇത് ആക്ച്വലി നമ്മൾ കണ്ടാൽ വിചാരിക്കും റിയലി ഒരു പ്ലാസ്റ്റിക് ഗ്രാസ് തന്നെയാണെന്ന് തോന്നും. നമ്മൾ പേപ്പർ കൊണ്ട് ഗ്രീൻ കളർ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചതുപോലെ തോന്നിക്കും. അതുപോലത്തെ ഒരു പ്ലാന്റാണ് ഇത്. ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ഗ്രാസാണിത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഒത്തിരി നല്ല ഭംഗിയാണ്. പക്ഷേങ്കിൽ ഓൺലൈനിൽ ഇങ്ങി വന്നപ്പോഴേക്കും അതിൻ്റെ പകുതി ലീവ്സും കരിഞ്ഞു പോയി. അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി വെള്ളമൊന്നും കിട്ടാതെ അങ്ങനെ ആയിപ്പോയതാണ്. നല്ലപോലെ വെള്ളം, സോയിൽ നല്ല മോയിസ്റ്റായിട്ടുള്ളൊരു സോയിലാണ് ഇതിന് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല ഇതുപോലുള്ള പ്ലാന്റ്സ് ബ്രൈറ്റ് സൺലൈറ്റിൽ വെക്കാതിരിക്കുക. ഇടയ്ക്ക് കുറച്ച് നമ്മുടെ ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് എല്ലുപൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും ഈ ചെടിയൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ പേരറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻ കേസ് എനിക്ക് ഈ പ്ലാന്റിൻ്റെ പേര് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടാം. അന്നേരം ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ സാധാരണ വാഴയാണ്, പക്ഷേ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു വാഴച്ചെടിയാണ് ഇത്. കണ്ടോ, ഇതിൻ്റെ ലീവ്സൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. അതുമാത്രമല്ല ഇത് വലിയൊരു മരം പോലെ വരുന്ന വാഴച്ചെടിയാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെടിയാണ്. പ്ലാന്റെയിൻ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അതിനാൽ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.